ലോകരക്ഷകനായി ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ജനനം എപ്രകാരമായിരുന്നു എന്നതിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങളിവിടെ നടത്താൻ ശ്രമിക്കുന്നത്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിൽ നസ്രേത്ത് പട്ടണത്തിലേക്ക് ദാവീദ് വംശത്തിൽ യൗസേഫ് എന്ന പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയാം എന്നായിരുന്നു. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടി. മറിയമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭവതിയായി പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും വാഴ്ച നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, മഹോന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് നിമിത്തം നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാവും, ദൈവത്തിന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. കണ്ടാലും നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസവുമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ. അവളുടെ ഭർത്താവായ യൗസേഫ് നീതിമാനായിരുന്നതുകൊണ്ടും ഗർഭിണിയായ മറിയാമിന് അപമാനം വരുത്തുവാൻ മനസ്സില്ലാതിരുന്നതുകൊണ്ടും രഹസ്യമായി അവളെ പരിത്യജിക്കുവാൻ ആലോചിച്ചു. അപ്പോൾ കർത്താവിന്റെ മാലാഖ സ്വപ്നത്തിൽ യൗസേഫിന് പ്രത്യക്ഷപ്പെട്ടു. ദാവീദ് പുത്രനായ യൗസേഫേ, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിപ്പാൻ നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അവളിൽ ഉത്ഭൂതനായിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. എന്തെന്നാൽ അവൻ സ്വന്തം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പേർവഴി ചാർത്തണമെന്ന ഔഗസ്ത്യോസ് കൈസരുടെ ആജ്ഞപ്രകാരം യൗസേഫ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവിക്കാനുള്ള ദിവസങ്ങൾ തികഞ്ഞു. അവൾ അവളുടെ ആദ്യജാതനെ പ്രസവിച്ചു. അവൾ അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവർ പാർത്തിരുന്ന സ്ഥലത്ത് മറ്റു സ്ഥലമില്ലാതിരുന്നതിനാൽ പുൽത്തൊട്ടിയിൽ കിടത്തി.
അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാർക്ക് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ എത്തി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ചീരകൾ ചുറ്റി പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ മഹത്വം, സർവശക്തനാം ഈശന് സ്തോത്രം. സന്മനസ്സുള്ളവർക്കെന്നും ഭൂവിൽ ശാശ്വത ശാന്തി കൈവന്നു. യേശുവിന്റെ ജനന സമയത്ത് ഒരു ദിവ്യനക്ഷത്രം കണ്ട ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഉണ്ണിയേശുവിനെ വന്ദിപ്പാനായി ബേത്ലഹേമിൽ എത്തി. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. അവർ ശിശുവിനെ കണ്ടു വണങ്ങി പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Wish you